രാജ്യമൊന്നാകെ ഇന്ന് പാർലമെന്റിലെ കുറ്റുനോക്കുകയാണ്. എന്താകും ഇന്ന് പാർലമെന്റിൽ സംഭവിക്കുക എന്ന ആകാംക്ഷയിലാണ് ദേശീയ രാഷ്ട്രീയം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തുമോ എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. എത്തിയാൽ പിന്നീട് എന്താകും സംഭവിക്കുക എന്നതും കൗതുകമുണർത്തുന്ന വിഷയമാണ്. ജൂലൈ 20 വർഷകാല സമ്മേളനം ആരംഭിച്ചതിന് ശേഷം ഒരു ദിവസം പോലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പാർലമെന്റിൽ എത്തിയിട്ടില്ല. ഇതിനിടയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ പോലീസ് തല്ലിച്ചതച്ചിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം ഇരുവരും മിണ്ടിയിട്ടില്ല. അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഷാ ഇന്ന് സഭയിലെത്തുമെന്നാണ് വിവരം. അതുപക്ഷേ പ്രതിപക്ഷം പറയുന്നത് പോലെ പ്രസ്താവന നടത്താനൊന്നുമല്ല, മറിച്ച് വിവാദമായ വിദേശ സംഭാവന ഭേദഗതി ബിൽ അവതരണത്തിനാകും. ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ബിൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ഇന്നലെ ആഞ്ഞടിച്ചു പറഞ്ഞത് അമിത്ഷായ്ക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ആദ്യം RSSനെ നിയന്ത്രിക്കട്ടെ എന്ന്. RSS ബന്ധമുള്ള സംഘടനകൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടെന്നും കെ സി ആരോപിക്കുന്നുണ്ട്. അമിത്ഷാ സഭയിലെത്തും വരെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് ആവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ്. ഷാ ഭീരുവിനെ പോലെ ഒളിച്ചോടുകയാണെന്നാണ് കെ സിയുടെ പരിഹാസം. ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ BJPക്കെതിരെ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും പോരാട്ടം നടത്തുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് പണി കിട്ടുന്നതിന്റെ കലിപ്പും വേണുഗോപാലിനുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ സമരത്തിൽ കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചെന്ന ശശി തരൂർ MPയുടെ പ്രസ്താവനയെ രൂക്ഷമായ ഭാഷയിലാണ് കെ സി തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് കെ സി ആണെങ്കിലും അത് രാഹുലിന്റെ വാക്കുകളായി തന്നെ കാണാം. രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞാൽ BJPക്ക് സുഖിക്കുമെന്ന കെ സിയുടെ പ്രതികരണത്തെ അങ്ങനെയേ വ്യാഖ്യാനിക്കാൻ കഴിയൂ. BJPയെ സുഖിപ്പിച്ച് കോൺഗ്രസിൽ നിൽക്കേണ്ട എന്ന സൂചന കൂടി അതിൽ കാണുന്നവരുമുണ്ട്. പവൻ ഖേര ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളും തരൂരിന്റെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്നാണ് തരൂർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. തരൂർ പറഞ്ഞത് ജൻസികളെ കേൾക്കാൻ കോൺഗ്രസിനായോ? നീറ്റ് വിഷയത്തിലെ സമരത്തിൽ CJP ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞോ? എവിടെയാണ് പിഴച്ചതെന്ന് സ്വയം പരിശോധിക്കണം എന്നായിരുന്നു. അതിൽ കാര്യമില്ലാതില്ല. പറഞ്ഞത് തരൂർ ആയതുകൊണ്ട് മാത്രം വിമർശിക്കപ്പെടരുത്. പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത കൂടി വിലയിരുത്തണം. നീറ്റ് ക്രമക്കേടിൽ രാഹുൽ തുടക്കത്തിൽ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തി എന്നതിൽ സംശയമില്ല. എന്നാൽ സർക്കാരിനെതിരെ രാജ്യമെമ്പാടും ഉയർന്നു വരുന്ന വിദ്യാർത്ഥി വികാരത്തെ ആ അർത്ഥത്തിൽ കാണാനും അതിനെ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റാനും നേതൃത്വത്തിന് കഴിഞ്ഞോ എന്നത് ചോദ്യമാണ്. കഴിഞ്ഞ 12 വർഷം പ്രതിപക്ഷത്തിനോ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനോ കഴിയാത്ത കാര്യമാണ് വെറും 2 മാസം കൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവജന കൂട്ടായ്മ നേടിയെടുത്തത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാൻ കഴിഞ്ഞു. ഒരു വ്യാഴവട്ടം നീണ്ട മോദി ഭരണത്തിനിടയിൽ ആദ്യത്തെ സംഭവമായിരുന്നു ഇത്തരത്തിൽ ഒരു മന്ത്രിയുടെ രാജി. അപ്പോൾ കോൺഗ്രസിന് എവിടെയോ പിഴച്ചു എന്നതിൽ തർക്കമില്ല. തുടങ്ങിവെച്ച സമരത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ പ്രതിഷേധത്തിന്റെ തീജ്വാല കെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ യുവതയെ രാഹുൽ ചേർത്തു പിടിക്കുന്നതും അവർക്ക് പിന്തുണ കൊടുക്കുന്നതും ചെറിയ കാര്യമല്ല. ഛാത്രം കി ഗൂഞ്ച് എന്ന വിദ്യാർത്ഥികളുമായുള്ള സംവാദ പരിപാടി വലിയ വിജയമായി മുന്നോട്ട് കൊണ്ടുപോകാനും രാഹുലിന് കഴിയുന്നുണ്ട്. CJP സമരത്തിൽ പോലീസ് അതിക്രമത്തിനിരയായ വിദ്യാർത്ഥികൾക്ക് നീതിക്കായി ശബ്ദമുയർത്തുന്നുമുണ്ട്. അതിന്റെ പേരിൽ അമിത്ഷായെ പ്രതിക്കൂട്ടിൽ നിർത്താനും കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കാനും കഴിയുന്നു. പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന രാഹുലിന്റെ കടുംപിടുത്തമാണ് അമിത്ഷായെ ഒളിവിലാക്കിയിരിക്കുന്നതും. പക്ഷേ പിടിച്ച പിടിയിൽ മന്ത്രിയെ രാജിവെപ്പിച്ചതിലൂടെ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന്റെ അക്കൗണ്ടിലാക്കുന്നതിലുണ്ടായ വീഴ്ച നിസ്സാര കാര്യമല്ല.